പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പുകളുടെ ഒരു ആമുഖം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നാളെ നമുക്ക് പറയണം. ഇന്നൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ വ്യക്തിത്വം ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ലോകം, ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യപ്രവാചകരാണ്. ഒരുപാട് മുഅ്ജിസത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ നേതാവാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് അമാനുഷികമായ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന നേതാവാണ്. ആ നേതാവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു സംഭവം പറയട്ടെ, എന്നിട്ട് നമുക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി ദുആ ചെയ്യാം. അഖ്സംതു ബിൽ ഖമരിൽ മുൻശഖിൻ ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം തനമീ. നമ്മുടെ നേതാവാരാണ്. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയാണ്. വ്യക്തിപ്രഭാവത്തിലെ അതുല്യമായ ജ്യോതിസാണ്. എൻ്റെ ഉമ്മമാരെ, നിങ്ങളെ തൊട്ടുണർത്തേണ്ട ചില ഉപദേശങ്ങളിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിൻ്റെ അസ്ഥിവാരങ്ങളെ മാറ്റി എഴുതിയില്ലെങ്കിൽ ക്ഷേമകരമായ ഒരു ഭാവി ഇവിടെ ഉണ്ടാവില്ല. കൈത്തണ്ടയിൽ കിടന്ന് തത്തിക്കളിച്ച കുഞ്ഞുമോൻ മാറത്തെ കടാരയിറക്കുന്ന കാലം വന്നപ്പോ വീണ്ടും വിചാരമില്ലെങ്കിൽ അപകടമല്ലേ? കയ്യിൽ പിടിച്ച് വാത്സല്യത്തോടെ പള്ളിയിൽ കൊണ്ടുപോയ പൊന്നുമോൻ നിങ്ങൾക്കെതിരെ പടവാളോങ്ങുന്ന കാലം വന്നത് അപകടമല്ലേ? നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ? അതിലേക്ക് നാളെ നമുക്ക് കടന്നു വരാം. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യത്തിന്റെ പ്രബോധകരായി മക്കയിൽ നിലകൊള്ളുന്ന ആദ്യകാലമാണ്. അബൂജഹൽ എന്ന് പറയുന്ന പ്രധാന എതിരാളിയാണ്. ഒരുപാട് തന്ത്രങ്ങൾ മെനഞ്ഞു നോക്കി, ഒന്നും വിജയിക്കുന്നില്ല. സത്യത്തിന്റെ മുമ്പിൽ അസത്യത്തിന് വിജയമില്ല. അവസാനം അയാൾ ചെല്ലുകയാണ് ഷാം എന്ന് പറയുന്ന സിറിയയിലെ നാടുവാഴിയായ അമീറുശ്ശാം, ഷാമിലെ ഭരണാധികാരിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അയാളിലേക്കൊരു ലെറ്റർ അയക്കുകയാണ്. അല്ലയോ അമീറുശ്ശാം, ഹബീബ് ബിൻ മാലിക്, ആമുഖങ്ങൾ കഴിഞ്ഞ് പറയട്ടെ, ഖദ് ളഹറ ബൈനനാ റജുലുൻ സാഹിറുൻ കദ്ദാബുൻ യദ്ഈ റബ്ബൻ വാഹിദൻ വദീനൻ ജദീദാ. അല്ലയോ ഷാമിലെ അമീറേ, ഭരണാധികാരി, ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരണക്കാരനാണ്, കളവാണ് പ്രചരിപ്പിക്കുന്നത്, ഏകനായ റബ്ബിനെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്, പുതിയ മതമാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. അതാ യസുബ്ബു ആലിഹതനാ, നമ്മുടെ ബഹുദൈവങ്ങളെ ചീത്ത പറയുന്നുണ്ട്. വകുല്ലമാ ഖാബൽനാഹു ബിൽ ഹുജ്ജത്തി ഗലബ അലൈനാ, എപ്പോഴെല്ലാം ഞങ്ങൾ സംവദിക്കാൻ പോയോ അപ്പോഴെല്ലാം അദ്ദേഹം ഞങ്ങളെ അതിജയിച്ചിട്ടുണ്ട്, ഞങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഫല്യൗം, ഇന്നത്തെ ദിവസം ളഉഫ ദീനുക വദീനു ആബായിക, നിങ്ങളുടെയും നിങ്ങളുടെ പ്രപിതാക്കളുടെയും മതം ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് വേഗം ഞങ്ങളുടെ നാട്ടിലേക്ക് വരണേ, അദ്ദേഹത്തോടൊന്ന് സന്ധിക്കണേ. ഹബീബ് ബിൻ മാലിക് എന്ന ഷാമിലെ ഭരണാധികാരിക്ക് അബൂജഹൽ എഴുതിയ ലെറ്ററാണ്. ഉടനെ തന്നെ ഹബീബ് ബിൻ മാലിക് എന്ന് പറയുന്നയാൾ അവിടെ നിന്ന് തിരിച്ചു. 12 പട്ടാളക്കാര് കൂടെയുണ്ട്. മക്കയുടെ പരിസര പ്രദേശത്ത് വന്നിറങ്ങി അബൂജഹലിനെ വിവരമറിയിച്ചു. അബൂജഹൽ ഹബീബിനെ സ്വീകരിച്ചിരുത്തി.
എന്നിട്ട് ചോദിച്ചു വിശേഷങ്ങളെല്ലാം. അല്ല, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ അബൂജഹലും കൂടെയുള്ളവരും പറഞ്ഞു, നഅരിഫുഹു ഫിസ്സിദ്ഖി ഫീ സിഗരിഹി, ചെറുപ്പകാലത്ത് വലിയ സത്യസന്ധനായിരുന്നു. വലമ്മാ ബലഗ ഉംറു 40 സന, 40 വയസ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവങ്ങളെ കുറ്റം പറയാൻ തുടങ്ങി. പുതിയൊരു മതം അദ്ദേഹം അവതരിപ്പിച്ചു എന്നെല്ലാമുള്ള കാര്യങ്ങൾ അബൂജഹൽ പറയുകയാണ്. അപ്പോൾ ഹബീബ് ഇബ്നു മാലിക് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, അദ്ദേഹം വരാൻ സമ്മതമുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം, വരാൻ സമ്മതമില്ലെങ്കിൽ നിർബന്ധമായി ബലാത്കാരമായി ഇവിടെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. ഹബീബായ തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും പിന്നിലായി ഖദീജ റളിയല്ലാഹു അൻഹയും വരികയാണ്. നല്ല പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ച് നല്ല തലപ്പാവണിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബ് ഇബ്നു മാലിക്കിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ വഅബൂബക്രിൻ അൻ യമീനിഹി വഖദീജത്തു മിൻ ഖൽഫിഹി, വലതുഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പിന്നിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ഫലമ്മാ റഅൻ നബി അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വന്നപ്പോ ഖാമ ഇക്റാമൻ ലഹു അലൈഹിസ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർത്ത് തോൽപ്പിക്കാൻ വന്നയാൾ, പക്ഷേ തങ്ങൾ മുന്നോട്ട് വന്നപ്പോഴേക്ക് യാന്ത്രികമായി അയാൾ എഴുന്നേറ്റു നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപാടെ എഴുന്നേറ്റ് നിന്നു. ഫലമ്മാ ജലസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നൂറു യതലഅലഉ ഫീ വജ്ഹിഹി, അവിടെ ഇരുന്നപ്പോൾ നിന്ന് പ്രകാശം ഇങ്ങനെ പ്രഭവിക്കുകയാണ്, വെളിച്ചം അടിച്ചു വീശുകയാണ്. എല്ലാ നാവുകളും അടങ്ങിപ്പോയി. വവഖഅത്തിൽ ഹൈബത്തു അലന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢിയുടെ മുമ്പിൽ എല്ലാവരും വിനീതരായി നിൽക്കുകയാണ്. ഉടനെ ഹബീബ് പറയുകയാണ്, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുകയാണ്. അന്ത തഅലമു അന്ന ലിൽ അംബിയാഇ, അംബിയാക്കന്മാർക്ക് മുഅ്ജിസത്തുകളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് മുഅ്ജിസത്തുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഉരീദു അൻ തഗീബ അശ്ശംസു വതഖറുജൽ ഖമർ, ഇവിടെ ഇപ്പോൾ സൂര്യൻ അസ്തമിക്കണം, ചന്ദ്രൻ രംഗത്ത് വരണം, എന്നിട്ട് ആ ചന്ദ്രൻ ഭൂമിയിലേക്ക് വരണം, 2 പിളർപ്പായി മാറണം, എന്നിട്ടത് ആകാശത്തിലേക്ക് ഉയരണം, നല്ല തികഞ്ഞ ഖമറായി അവിടെ നിൽക്കണം. ഫഖാല അലൈഹിസ്സലാത്തു വസ്സലാം, അപ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ അങ്ങനെ കാട്ടിത്തന്നാൽ അത്തുഅ്മിനു ബി, നിങ്ങൾ ഈമാൻ സ്വീകരിക്കുമോ?